രാത്രിയുടെ മൗനത്തിൽ മറഞ്ഞുകിടന്നൊരു പാപസത്യം. ചിരിയുടെ പിന്നിൽ വഞ്ചന ഒളിപ്പിച്ചൊരാൾ. നേട്ടങ്ങൾ കൊണ്ടുതന്നെ ഹൃദയങ്ങൾ കവർന്ന മറ്റൊരാൾ. ഇഷാനിയുടെ ജീവിതം ഇപ്പോൾ പ്രണയവും അപകടവും തമ്മിലുള്ള നേർത്ത അതിരിൽ നിൽക്കുന്നു. വെൽക്കം ടു അവർ സ്റ്റോറി വൺ നൈറ്റ് സ്റ്റാൻഡ് എപ്പിസോഡ് 3. ആ രാത്രി എല്ലാവരും ഹാളിൽ ചിരിച്ചും സംസാരിച്ചിരിക്കുമ്പോൾ ഇഷാനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. രാഹുലിൻ്റെ ഗുഡ് ഗേൾ, ആ വാക്കുകൾ അവളുടെ തലയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ ഒറ്റയ്ക്ക് ടെറസിലേക്ക് നടന്നു. തണുത്ത കാറ്റ് മുഖത്ത് തട്ടിയെങ്കിലും മനസ്സിലെ ഭാരം കുറഞ്ഞില്ല. അവൾ കണ്ണുകൾ അടച്ചു. എന്തിനാണ് ഞാൻ ഇതിൽ കുടുങ്ങിയത്? പക്ഷേ അടുത്ത നിമിഷം, ബിക്കോസ് യു ചൂസ് ദ റോങ് ബ്രദർ. ആ ശബ്ദം കേട്ടപ്പോൾ ഇഷാനി ഞെട്ടിത്തിരിഞ്ഞു. ദേവാൻഷ് കറുത്ത ഷർട്ടിൻ്റെ സ്ലീവ്സ് മടക്കി കയ്യിൽ വൈൻ ഗ്ലാസ് പിടിച്ച് അവൻ ടെറസ് ഡോറിനരികിൽ നിൽക്കുന്നു. നീ എന്നെ ഫോളോ ചെയ്യുന്നുവോ? ഇഷാനി ദേഷ്യത്തിൽ ചോദിച്ചു. ദേവാൻഷ് ചിരിച്ചു. അല്ല, നിനക്ക് തന്നെയാണ് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്. അവൻ പതുക്കെ അടുത്തേക്ക് നടന്നു. ഇഷാനി പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ ടെറസ് വാളിൽ ഇടിച്ചതോടെ അവൾ നിശ്ചലമായി. അപ്പോൾ അവർക്കിടയിൽ ശ്വാസത്തിൻ്റെ അകലം മാത്രം. സ്റ്റേ അവേ ഫ്രം മീ, അവൾ മുന്നറിയിപ്പ് നൽകി. ദേവാൻഷ് ചെറുതായി തല തിരിച്ചു. റിയലി? അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. ഇന്നലെ രാത്രി അങ്ങനെ തോന്നിയില്ലല്ലോ. ഇഷാനിയുടെ ഹൃദയം പിടഞ്ഞു. ഷട്ട് അപ്പ്, അല്ലെങ്കിൽ എന്തു ചെയ്യും? അവൻ ചെറുതായി ചിരിച്ചു. രാഹുലിനോടെല്ലാം പറയുമോ? ആ പേര് കേട്ട നിമിഷം ഇഷാനിയുടെ മുഖം മാറി. അത് കണ്ടപ്പോൾ ദേവാൻഷിൻ്റെ ചിരി മങ്ങി. നീ ഇപ്പോഴും അവനെ ഡിഫെൻഡ് ചെയ്യുന്നുവോ? ഇത് എൻ്റെ ജീവിതമാണ്, ഇഷാനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എക്സാക്ട്ലി. അവൻ അടുത്തേക്ക് കുനിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്യൂരിയസ് ആയത്. അവൻ്റെ ശബ്ദം താഴ്ന്നു. ഒരു പെൺകുട്ടി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റായി കണ്ട ആളെ വിവാഹം കഴിക്കാൻ എങ്ങനെ തയ്യാറാകുന്നു? ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവാൻഷ് അത് ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവൻ്റെ മുഖം മൃദുവായി. പക്ഷേ ഉടനെ തന്നെ അവൻ വീണ്ടും പഴയ അപകടകരമായ ചിരിയിലേക്ക് മടങ്ങി. ഓർ മേ ബി, അവൻ മൃദുവായി ചോദിച്ചു, നിനക്ക് ഓൾറെഡി റിഗ്രറ്റ് ഉണ്ടോ? ദാറ്റ് യു സ്പെൻഡ് ദ നൈറ്റ് വിത്ത് ദ റോങ് വർമ്മ? ദേവാൻഷ്! ഇഷാനി അവനെ തള്ളി. അവൻ പിന്നോട്ട് മാറി ചിരിച്ചു. പക്ഷേ അടുത്ത നിമിഷം ടെറസിൻ്റെ ഡോർ പെട്ടെന്ന് തുറന്നു. ഇഷാനി! രാഹുലിൻ്റെ ശബ്ദം. ഇഷാനിയുടെ ഹൃദയം നിശ്ചലമായി. രാഹുൽ ഇരുവരെയും നോക്കി. ഇഷാനിയുടെ ഭയന്ന മുഖം, ദേവാൻഷിൻ്റെ ചിരി. അവൻ്റെ കണ്ണുകൾ സംശയത്തോടെ ചുരുണ്ടു. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ദേവാൻഷ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. റിലാക്സ് ബ്രദർ. അവൻ രാഹുലിൻ്റെ തോളിൽ കൈവച്ചു. യുവർ ഫിയാൻസെ വാസ് ജസ്റ്റ് ആസ്കിങ്. രാഹുൽ ഇഷാനിയെ നോക്കി. എന്തിനെക്കുറിച്ച്? ദേവാൻഷിൻ്റെ കണ്ണുകൾ വീണ്ടും ഇഷാനിയിലേക്ക് നീണ്ടു. ആ നോട്ടത്തിൽ ഒരു തുറന്ന വെല്ലുവിളി ഉണ്ടായിരുന്നു. പിന്നെ അവൻ ചുണ്ടുകളിൽ ചെറുചിരിയോടെ പറഞ്ഞു, എബൌട്ട് വാട്ട് ഹാപ്പൻ ലാസ്റ്റ് നൈറ്റ്? ഇഷാനിയുടെ കണ്ണുകൾ ഭയത്തിൽ വികസിച്ചു. രാഹുലിൻ്റെ മുഖം പതുക്കെ മങ്ങി. ലാസ്റ്റ് നൈറ്റ്? ടെറസിലെ കാറ്റ് പോലും ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി. നൈറ്റ്. രാഹുലിൻ്റെ ശബ്ദം കടുപ്പമായി. ഇഷാനിയുടെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. ദേവാൻഷ് മാത്രം ശാന്തനായിരുന്നു. അവൻ വൈൻ ഗ്ലാസ് ടെറസ് റെയിലിങ്ങിലേക്ക് വെച്ചു. ചിരിയോടെ പറഞ്ഞു, കാം ഡൗൺ രാഹുൽ. പിന്നെ ഇഷാനിയെ നോക്കി കണ്ണിറുക്കി. ഇന്നലെ രാത്രി ഷീ ഓൾമോസ്റ്റ് റൂയിൻ മൈ മീറ്റിംഗ്. രാഹുലിൻ്റെ മുഖം ചുളിഞ്ഞു. മീറ്റിംഗ്? ദേവാൻഷ് ചിരിച്ചു. ഹോട്ടൽ കോറിഡോറിൽ മാഡം ഫുൾ സ്പീഡിൽ നടക്കുകയായിരുന്നു. എന്നെ വന്നിടിച്ചു. ഇഷാനിയുടെ ശ്വാസം തടഞ്ഞു. ഷീ വാസ് അപ്സെറ്റ്, പ്രോബബ്ലി സെർച്ചിങ് ഫോർ യു. രാഹുലിൻ്റെ കണ്ണുകൾ ഇപ്പോൾ ഇഷാനിയിലായിരുന്നു. സത്യമാണോ? ഇഷാനി കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവൾക്ക് മനസ്സിലായി, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം തകരും. അവസാനം അവൾ പതുക്കെ തലകുനിച്ചു. അതെ. രാഹുൽ ദീർഘമായി ശ്വാസമെടുത്തു. ഗോഡ്, നീ എന്നെ പേടിപ്പിച്ചു. അവൻ ദേവാൻഷിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ബ്രോ, യുവർ ജോക്സ് ആർ ടെറിബിൾ. ദേവാൻഷും ചെറുതായി ചിരിച്ചു. മേ ബി. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും ഇഷാനിയിലായിരുന്നു. ആ നോട്ടത്തിൽ ഒരു അപകടകരമായ ഓർമ്മയുണ്ടായിരുന്നു. രാഹുൽ വീണ്ടും ഇഷാനിയുടെ കൈ പിടിച്ചു. വാ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇഷാനി അവനൊപ്പം നടക്കാൻ തുടങ്ങി. പക്ഷേ ടെറസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ദേവാൻഷിൻ്റെ ശബ്ദം വീണ്ടും അവളുടെ പിന്നിൽ മുഴങ്ങി. ബൈ ദ വേ ഇഷാനി. അവൾ നിശ്ചലമായി. നെക്സ്റ്റ് ടൈം ഇത്ര വേഗത്തിൽ ഓടാൻ ശ്രമിക്കരുത്. ഇഷാനിയുടെ വിരലുകൾ വിറച്ചു. അത് കണ്ട് ദേവാൻഷിൻ്റെ ചുണ്ടുകളിൽ ചെറുചിരി വിരിഞ്ഞു. ആ രാത്രി ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഇഷാനി തൻ്റെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അവൾ കിടക്കയിലേക്ക് ഇരുന്ന നിമിഷം കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്? അവളുടെ മനസ്സിൽ ദേവാൻഷിൻ്റെ കണ്ണുകളും അവൻ്റെ സ്പർശവും ആ രാത്രിയും വീണ്ടും വീണ്ടും തെളിഞ്ഞു. അവൾ തലകുലുക്കി. നോ, ഇത് തെറ്റാണ്. അപ്പോഴാണ് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അൺനോൺ നമ്പർ. അവളൊന്ന് മടിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ കാൺ സ്ലീപ്പ്? ദേവാൻഷിൻ്റെ ശബ്ദം. ഇഷാനി പെട്ടെന്ന് എഴുന്നേറ്റു. നിനക്കെൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അവൻ ചിരിച്ചു. വർമ്മ ഫാമിലിക്ക് ഇമ്പോസിബിളായി ഒന്നുമില്ല. വൈ ആർ യു കോളിംഗ് മീ? സിമ്പിൾ. അവൻ്റെ ശബ്ദം താഴ്ന്നു. ഉറങ്ങുന്നതിന് മുൻപ് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇഷാനിയുടെ ഹൃദയം വീണ്ടും പിടഞ്ഞു. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. റിയലി? അവൻ മൃദുവായി പറഞ്ഞു. അപ്പോൾ കോൾ കട്ട് ചെയ്. ഇഷാനിയുടെ വിരലുകൾ ഫോണിൽ മുറുകി. പക്ഷേ അവൾക്ക് കോൾ കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ നിശബ്ദത കണ്ടപ്പോൾ ദേവാൻഷ് ചെറുതായി ചിരിച്ചു. സി, ദാറ്റ്സ് ദ പ്രോബ്ലം ഇഷാനി. അവൻ്റെ ശബ്ദം ഇപ്പോൾ അപകടകരമായ മൃദുവായിരുന്നു. യു ആർ സ്കേർഡ് ഓഫ് മീ. ഒരു നിമിഷം നിർത്തി. അവൻ തുടർന്നു. ബട്ട് എ പാർട്ട് ഓഫ് യു സ്റ്റിൽ വാണ്ട്സ് മീ. ആ വാക്കുകൾ കേട്ട നിമിഷം ഇഷാനിയുടെ ഹൃദയം പിടഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ് ദേവാൻഷ്, അവൾ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മറുവശത്ത് അവൻ ചെറുതായി ചിരിച്ചു. എങ്കിൽ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തു.
കോൾ കട്ടായി. റൂം വീണ്ടും നിശബ്ദത. പക്ഷേ ദേവാൻഷിൻ്റെ ശബ്ദം ഇപ്പോഴും അവളുടെ മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ വർമ്മ മാൻഷൻ മുഴുവൻ എൻഗേജ്മെന്റ് ഡിസ്കഷൻസിന്റെ തിരക്കിലായിരുന്നു. ഡൈനിങ് ടേബിളിൽ രാഹുലിന്റെ അമ്മ വെഡ്ഡിംഗ് മെനുവിനെ കുറിച്ച് സംസാരിക്കുന്നു. അച്ഛൻ ഗസ്റ്റ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ രാഹുലിന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരുന്നു. ടേബിളിന്റെ അടിയിൽ അവൻ ഒരാൾക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. മിസ് യു ഓൾറെഡി. റിപ്ലൈ ഉടൻ വന്നു. ദെൻ കം ആൻഡ് മീറ്റ് മീ ടുനൈറ്റ് അനഘ. രാഹുലിന്റെ ചുണ്ടുകളിൽ ചിരി വിരിഞ്ഞു. അതേസമയം ഇഷാനി അവനെ നോക്കുകയായിരുന്നു. അവന്റെ മുഖത്തെ ആ ചിരി കണ്ടപ്പോൾ അവളുടെ നെഞ്ചിൽ വീണ്ടും വേദന പടർന്നു. അവൾക്കിപ്പോൾ എല്ലാം അറിയാം. അനഘ തന്നെയാണ് രാഹുലിന്റെ റിയൽ ഗേൾ ഫ്രണ്ട്. താൻ ഒരു ഡീൽ മാത്രം, ഷെയർസിന് വേണ്ടിയുള്ള വിവാഹം മാത്രം. അപ്പോഴാണ് സ്റ്റെയർകേസിൽ നിന്നും ദേവാൻഷ് താഴേക്ക് നടന്നു വന്നത്. ബ്ലാക്ക് ഷർട്ട്, മെസ്സി ഹെയർ, മുഖത്ത് പതിവ് അപകടകരമായ ശാന്തത. അവൻ നേരെ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. മോർണിംഗ് എവ്രിവൺ. പിന്നെ അവൻ്റെ കണ്ണുകൾ നേരെ ഇഷാനിയിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവൾ മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു, നീ ഉറങ്ങിയിരുന്നു ഇന്നലെ? ഇഷാനിയുടെ വിരലുകൾ വിറച്ചു. കോഫി വേണോ ദേവാൻഷ്? രാഹുലിൻ്റെ അമ്മ ചോദിച്ചു. ഷുവർ. ദേവാൻഷ് ചെയറിലേക്കിരുന്നു. ഇഷാനിയുടെ നേരെ മുന്നിലായി തന്നെ. അവൾ മുഖം തിരിച്ചു. പക്ഷേ അവൻ്റെ നോട്ടം ഇപ്പോഴും അവളിലായിരുന്നു. രാഹുൽ അത് ശ്രദ്ധിച്ചില്ല. കാരണം അവൻ വീണ്ടും ഫോണിൽ ബിസിയായിരുന്നു. പെട്ടെന്ന് ഫോൺ സ്ക്രീൻ തെളിഞ്ഞു. അനഘ കോളിംഗ്. ഇഷാനിയുടെ കണ്ണുകൾ ആ പേരിൽ പതിഞ്ഞു. രാഹുൽ പെട്ടെന്ന് ഫോൺ സൈലൻ്റാക്കി എഴുന്നേറ്റു. എക്സ്ക്യൂസ് മീ, ഇമ്പോർട്ടൻറ്റ് ബിസിനസ് കോൾ. അവൻ പുറത്തേക്ക് നടന്നു. ദേവാൻഷ് ആ സീൻ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ ചെയറിലേക്ക് ചാരി പതുക്കെ ചിരിച്ചു. ബിസിനസ് കോൾ ആ? ഇഷാനി ഒന്നും പറഞ്ഞില്ല. ദേവാൻഷ് മുന്നോട്ട് കുനിഞ്ഞു. നിനക്കിപ്പോഴും അവനെ കല്യാണം കഴിക്കണോ? ഇത് എൻ്റെ പ്രോബ്ലമാണ്, ഇഷാനി കടുപ്പത്തിൽ പറഞ്ഞു. അല്ല, അവൻ ശാന്തമായി പറഞ്ഞു. ബിക്കോസ് നാവ് നീ എൻ്റെയും പ്രശ്നമായി മാറുകയാണ്. ഇഷാനി അവനെ നോക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? ദേവാൻഷ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, രാഹുൽ ഡസൻ ലവ് എനിവൺ എക്സെപ്റ്റ് മണി. അനഘയെ സ്നേഹിക്കുന്നില്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ ദേവാൻഷ് ചെറുതായി ചിരിച്ചു. ദാറ്റ്സ് നോട്ട് ലവ്, ഇറ്റ്സ് ഒബ്സെഷൻ. അവൻ ഗ്ലാസ് ടേബിളിൽ വിരലുകൾ തട്ടിക്കൊണ്ട് തുടർന്നു. അനഘ വാണ്ട്സ് രാഹുൽ. രാഹുൽ വാണ്ട്സ് ദ ഷെയർസ് ആൻഡ് നൗ. അവൻ്റെ കണ്ണുകൾ പതുക്കെ ഇഷാനയിലേക്ക് നീണ്ടു. ഐ വോണ്ട് യു. ഇഷാനയുടെ ശ്വാസം തടഞ്ഞു. ദേവാൻഷ് ഡോണ്ട് വറി. അവൻ ചിരിച്ചു. ഐ എം നോട്ട് ആസ് ഫേക്ക് ആസ് മൈ ബ്രദർ. അപ്പോഴാണ് വീടിന് പുറത്ത് കാർ നിൽക്കുന്ന ശബ്ദം കേട്ടത്. അല്പസമയത്തിന് ശേഷം ഹാൾ ഡോർ തുറന്ന് അനഘ റെഡ് ഡ്രസ്സിൽ കോൺഫിഡൻസ് നിന്ന ചിരിയോടെ അവൾ അകത്തേക്ക് നടന്നു. ഇഷാനിയുടെ മുഖം മങ്ങി. രാഹുലിൻ്റെ അമ്മ സർപ്രൈസായി ചോദിച്ചു, അനഘ മോളെ, നീ ഇവിടെയോ? അനഘ ചിരിച്ചു. രാഹുൽ ഇൻവൈറ്റഡ് മീ ആൻറ്റി. അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നേരെ ഇഷാനിയിലായിരുന്നു. ആ നോട്ടത്തിൽ ഒരു തുറന്ന വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അനഘയുടെ കണ്ണുകൾ ദേവാൻഷിൽ പതിഞ്ഞു. ആ ചിരി പെട്ടെന്ന് മങ്ങി. ദേവാൻഷ് മാത്രം സോഫയിൽ ചാരിയിരുന്നു. മുഖത്ത് സ്ലോ ഡേഞ്ചറസ് സ്മൈൽ. പിന്നെ അവൻ മൃദുവായി പറഞ്ഞു, ലോങ് ടൈം അനഘ. ആ നിമിഷം ഇഷാനിക്ക് മനസ്സിലായി, ഈ കളിയിൽ താൻ മാത്രമല്ല, എല്ലാവർക്കും മറച്ചുവെച്ച സീക്രട്സ് ഉണ്ടായിരുന്നു.